ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചായാമൻസ ഇല വെച്ചൊരു തോരനാണ് തയ്യാറാക്കുന്നത്. വളരെ രുചികരവും ഔഷധ ഗുണവുമുള്ള ഒരു ചീരയാണിത്. കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞ് നമുക്കിത് കഴുകി വൃത്തിയാക്കി വാരിയെടുത്ത് വെക്കാം. വെള്ളം മാറാനായിട്ട് ഇതുപോലെ ഒരു കുട്ടയിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ ചീരയില നമുക്കതിലേക്കിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിതുപോലെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. നന്നായി വെന്ത് വന്ന നമ്മുടെ ഈ ചീരയില നമുക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള തേങ്ങ ചമ്മന്തി തയ്യാറാക്കാം. അതിനായി 1 കപ്പ് തേങ്ങ ചിരവിയതും അതിലേക്ക് ഒരു 5 വറ്റൽമുളകും ഒരു 6 ചുവന്നുള്ളിയും കൂടി മിക്സിയിലിട്ട് നമുക്കൊന്ന് ചമ്മന്തി പോലെ അരച്ചെടുക്കാം. ഇതാ നമ്മുടെ ചീരയില നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ തേങ്ങ ചമ്മന്തി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കൊടുക്കാം. വളരെ രുചികരമായ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് 2 മിനിറ്റിന് ശേഷം മാറ്റി കൊടുക്കാം. വളരെ രുചികരമായ ഒരു ചീരത്തോരനാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.